ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. മഹാശിവരാത്രിയാണ്. രാത്രിയിലുള്ള 4 യാമങ്ങളിലുള്ള പൂജയുടെ ആദ്യത്തെ പൂജ 6:35 മുതൽ 9:36 വരെയാണ് വൈകിട്ട്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. ഇതിപ്പോൾ ആദ്യത്തെ യാമം ഫസ്റ്റ് പ്രഹർ പൂജയാണ്. അപ്പോൾ ആദ്യത്തെ യാമ പൂജയ്ക്ക് ബ്രഹ്മാവ് പൂജിച്ച സമയം എന്നാണ് പറയുന്നത്. പഞ്ചാംഗം നോക്കിയാൽ കറക്റ്റ് സമയം അറിയാൻ പറ്റും. എൻ്റെ ഇവിടെ ഇതാണ് സമയം 6:35 മുതൽ 9:36 വരെ. അപ്പം ഞാൻ എല്ലാ വിളക്കൊക്കെ കൊളുത്തി ഇനി ഭഗവാന് ആദ്യത്തെ ധാര ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ പ്രഹർ പൂജ, ആദ്യത്തെ യാമപൂജയിൽ ഞാൻ ജലമാണ് അർപ്പിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ധാര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വൈകിട്ടുള്ള പ്രഹർ പൂജയുടെ, അതായത് യാമപൂജയുടെ ആദ്യത്തെ ധാര. ജലം വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗംഗാജലം അത് സെറ്റ് ചെയ്തു. അതിനുശേഷം പനിനീര് വെച്ചും ഞാൻ ധാര ചെയ്തു. അപ്പോൾ ഫസ്റ്റ് യാമം അതിൽ ഞാൻ ചെയ്തത്, അതായത് ബ്രഹ്മാവ് പൂജിച്ച യാമമാണ് അതിൽ ഞാൻ ചെയ്തത്. ഇതൊക്കെയാണ്. അതിനുശേഷം ഭസ്മം തെളിച്ചു, ധൂപദീപ ആരതിയൊക്കെ ചെയ്തു. അതിനുശേഷം പ്രാർത്ഥിച്ചു, നാമങ്ങളൊക്കെ ചൊല്ലി, സ്തോത്രങ്ങളൊക്കെ ചൊല്ലി കുറച്ചു നേരം ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പൂജയിൽ നൈവേദ്യമായിട്ട് ഗണപതിക്ക് കരിമ്പും അതുപോലെ തന്നെ ശിവഭഗവാനും പാർവതി ദേവിക്കും വാട്ടർ മെലണാണ് വെച്ചത്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സാണ് ഓരോ യാമങ്ങളിലും വെക്കുന്നത്. ആദ്യം വെച്ചത് വാട്ടർ മെലണാണ്. പിന്നെ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുകയും ചെയ്തു. അതിന് ദേവിക്ക് പൂക്കൾ കൊണ്ട്, വെള്ള ജമന്തി കൊണ്ട് അർച്ചന ചെയ്തു. देवाय नमः आचमनीयं समर्पयामि, चामरं समर्पयामि. ओम श्री उमामहेश्वराय नमः गीतं समर्पयामि. ओम श्री प्रतिकूलं नाशय सर्वकार्याणि साधय समर्पय सर्वशत्रून्नाशय सर्वरोगान् निवृन्दय सर्वत्रं विजयं प्रयश्च ओम उमामहेश्वराय नमः. ദീപധൂപ ആരതിക്ക് ശേഷം ക്ഷമാപ്രാർത്ഥനയും ചെയ്ത് അതിനുശേഷം നമസ്കരിച്ച് പൂജ അവസാനിപ്പിച്ചു. ഇത് രാവിലെ മുതൽ വച്ചിരിക്കുന്ന അഖണ്ഡ ദീപമാണ്, അണയാതെ വച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.